കൈമന്ന് പോയിട്ടുണ്ടാവും സംഭവം. ഇതാ കണ്ടോ, ഫ്രണ്ട് അടിച്ച് കറങ്ങിനല്ലേ, രണ്ടാൾക്കാർ കിടക്കുന്നുണ്ട്. ഗ്യാസ് വണ്ടിക്കാ, സിലിണ്ടർ വണ്ടിക്കാ? ആ, അതിനടിച്ചതാ അല്ലേ? എന്നിട്ട് അതുകൊണ്ട് പോയാ അല്ലേ? ഓ അതെ, അവിടെ നിന്ന് അടിച്ചേ? ആ ഓക്കെ ഓക്കെ. ഗ്യാസിൻ്റെ വണ്ടിയില്ലേ, സിലിണ്ടർ വണ്ടി, അതിനടിച്ചത്. ഓ ഇത് കട്ട് ചെയ്തിട്ട് എടുത്തിന്. ആ ഡ്രൈവർ ഫയർഫോഴ്സ് അല്ലേ? ഫയർഫോഴ്സ് ഒന്ന് കട്ട് ചെയ്തെടുത്ത്. ഹൈ ഫ്രണ്ട്സ്, എന്നാണ് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? ഇപ്പോൾ വൈകിട്ട് 5:30 മണി കേട്ടോ. ഇന്ന് എവിടെയും വീട്ടിൽ നിന്ന് എവിടെയും പോയിട്ടൊന്നുമില്ല. 2-3 വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായി. പിന്നെ വീട്ടിൽ പൈപ്പിൽ സഞ്ചി ഇടുന്നില്ലേ, വെള്ളം പോകാൻ വേണ്ടിക്ക്, മഴവെള്ളം, അതിൻ്റെ കുറച്ച് പണിയുണ്ടായി. നേരക്ക് ഇവനിപ്പോൾ സഞ്ചി ഇടുന്നു, സമയം കിട്ടിയിട്ടില്ല. സഞ്ചി ഇടണോ വിചാരിക്കും, സമയമില്ല, എന്തെങ്കിലും തിരക്കായി പോകും. അങ്ങനെ ഇപ്പോൾ കുറച്ച് സഞ്ചി ഇട്ട് എനിക്ക് വാങ്ങിയിട്ട് എന്നെ ഇടാൻ്റെ അത്ര കുറേ സഞ്ചി വാങ്ങണം, വാങ്ങിയിട്ട് കുറേ ഇടാൻ. കുറച്ച് സഞ്ചി വാങ്ങണം, വാങ്ങിയിട്ട് കുറച്ച് സഞ്ചി ഇടണം. അപ്പം അങ്ങനെ പയങ്ങളിലേക്ക് ഇറങ്ങി കേട്ടോ. പ്ലസ് ചാലം കുടിച്ചിട്ട് ഇറങ്ങിയിട്ട് വരാം. ഇത് ഞായറാഴ്ച ആയതുകൊണ്ട് മാടുവിന് കല്യാണമുണ്ട്. മാടു കൂത്തുപറമ്പിൽ മംഗലത്തിന് പോയിട്ടാണ്. ഇപ്പോൾ രാത്രി ആറ്റാത്ത പരിപാടി. ഇപ്പം ഉച്ചയ്ക്ക് ശേഷം പോയി. എന്നെ വിളിച്ച് ഞാൻ പോയില്ല. കൂത്തുപറമ്പ് വരെ എത്തണ്ടേ, എന്താ അവസ്ഥ? കൂത്തുപറമ്പ് തന്നെ ഏടെ കണ്ണൂരെത്തണം, കണ്ണൂരിൽ നിന്ന് കൂത്തുപറമ്പിലേക്ക് പോകണം. വണ്ടിയുണ്ട്. ഞാൻ പറഞ്ഞു നീ പോയിട്ട് വാ, ഇന്ന് രാത്രി 2 മണിയെല്ലാം ആവും ഇവിടെ എത്തണം, 1 മണി 2 മണിയെല്ലാം ആവും പോലും ഇവിടെ എത്തണം. ഞാനും വേണ്ട, നീ പോയിട്ട് വന്നാൽ. അങ്ങനെ ഓൻ പോയി. അപ്പോൾ നേരെ പയങ്ങളിലേക്ക് പോവാം. നാളെ ആവിക്കയറ്റുണ്ടാവും, അല്ലെങ്കിൽ രാവിലെ ഉണ്ടാവും ഷോപ്പിലുണ്ടാവും. നോക്കട്ടെ, ഷെയ്വ് ചെയ്യണം. 1-2 ആഴ്ച ഷെയ്വ് ചെയ്തിട്ട് ഏതായാലും ആടെ ഷംസൊക്കെ തുറന്നിട്ട് കാണുന്നുണ്ട്. തിരിച്ചു വരുമ്പം കയറാം. ഇപ്പോൾ അവിടെ ആരോ ഷെയ്വ് ചെയ്യുന്നുണ്ട്. തിരിച്ചു വരുമ്പം കയറാം അല്ലേ? യെസ്, അതാ നല്ല. ഇപ്പം കയറി കഴിഞ്ഞാൽ പിന്നെ വേണ്ട, ഷെയ്വ് ചെയ്തതിനെ പാടെ എനിക്ക് ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. അവനത് നടക്കൂല, പിന്നെ പയങ്ങൾ പോക്ക് നടക്കൂല. പയ്യ ഷെയ്വ് ചെയ്യാം. ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് അയാളുണ്ടാവോ, വീട്ടിലേക്ക് പൂട്ടിയിട്ട് പോകുമെന്ന് അറിയില്ല. വീട്ടിലേക്ക് പൂട്ടിയിട്ട് പോകാണ്ട് നിന്നാൽ മതി. വീട്ടിലേക്ക് പൂട്ടിയിട്ട് പോയിനാൽ പിന്നെ ഇന്ന് നടക്കൂല. തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ ഷെയ്വ് ചെയ്യുന്ന അടിപൊളി. എന്നാൽ വീട്ടിൽ പോയാൽ കുളിച്ച് ഫ്രഷായിട്ട് നിൽക്കാമല്ലോ. ഞാൻ അങ്ങനെ മാടുവിൻ്റെ ഷോപ്പിലെത്തി. മാടുവില്ലല്ലോ, വെറുതെ വന്ന്. പിന്നെ രാവിലെ വിളിച്ചോക്കാം. രാവിലെ വിളിച്ചിട്ട് ഞാൻ വരുമ്പോൾ അവിടെ കണ്ടിന്യൂ വെയിറ്റിംഗ്. ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കും. ശരി മോളെ, ശരി. എടാ, ഞാൻ ഇവിടെ പയങ്ങളിലെത്തി, വരുന്നുണ്ട് അങ്ങോട്ട്. നീ കോൾ വെയിറ്റിംഗ് ആണെങ്കിൽ എല്ലാം കട്ട് ചെയ്തിട്ട് തന്നെ എൻ്റെ കോൾ എടുക്കും അല്ലേ? ഓക്കെ ശരി. ഞാനിവിടെ മാടിൻ്റെ അടുത്ത് തന്നെ അങ്ങോട്ട് വരുന്നത്. ഓക്കെ, ഞാൻ പോവാ. എല്ലാം കുറേ വിളിച്ചാലേ ബിസി, കസ്റ്റമർ ഇല്ലോണ്ടാന്ന് എടുക്കാത്തത്. എല്ലാം എടുക്കൂ. കസ്റ്റമർ ഉണ്ടോ നോക്കട്ടെ. ഇല്ല. അപ്പോൾ അന്ന് ഞാനൊക്കെ കണ്ടിട്ടില്ല കേട്ടോ. വരുന്നുണ്ട്. ഓൻ അപ്പുറത്തേക്ക് വിളിക്കുന്നുണ്ട്. അപ്പുറത്തുമ്പോഴത്തേക്ക് ഇഷാവാൻ കൊടുക്കും. ഫുൾ വണ്ടിയാണ്. എങ്ങനെ അപ്പുറത്തേക്ക് നോക്കും? ആര്? അതെയോ? ഓയിപ്പത്തൂലേ? ആ, ചായ കുടിച്ചിട്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് കഥ പറഞ്ഞ 1 മണിക്കൂറായിട്ട് ഞാൻ മാടി ഇരിക്കുന്നത്. കോമഡി. ഫ്രണ്ട്സ്, ഇന്നങ്ങനെ പിറ്റേ ദിവസം കേട്ടോ, തിങ്കളാഴ്ച. ഞാൻ ഒരു സൈറ്റിലേക്ക് പോയത്, പടന്ന ഓരിമുക്ക് എന്ന സ്ഥലത്ത്. അവിടെ ഒരു വീട്ടിൽ പണി നടക്കുന്നുണ്ട്. ഇതിൻ്റെ UPVC ഉണ്ട്. അപ്പോൾ അങ്ങനെ അവിടത്തേക്ക് പോയി കേട്ടോ.
ഇന്നലെ പിന്നെ മാടൊന്നുമില്ലല്ലോ, ആദ്യം ഞാൻ പിന്നെ നേരെ പുറക്കേക്ക് വന്നു. അതുകൊണ്ട് പിന്നെ ഇന്നലെ സത്യം പറഞ്ഞ അതിന് ശേഷം വ്ളോഗ് എടുക്കാനും മറന്നുപോയി, അതായത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇതിപ്പോൾ ഞാൻ പടന്നക്കെത്തി. പടന്ന ഇനി ഒരു മുക്ക് പോകണം, മൂസാജി മുക്കിൻ്റെ ഇപ്പുറം കുറച്ചിങ്ങോട്ട്. മൂസാജിക്ക് നമ്മുടെ ചങ്ങായുണ്ട്, സുഹൃത്ത് കുഞ്ഞുബായി, പട്ടുമാലിൽ മൈലാഞ്ചിയിലൊക്കെ ഉണ്ടായ കുഞ്ഞുബായി ഉണ്ട്. പട്ടുമാൽ മൈലാഞ്ചി ഫൈം കുഞ്ഞുബായി, അവർ മൂസാജി മുക്കാം അവരെ വീട്. ഞാൻ മുമ്പ് വന്നിട്ടുണ്ട്, കുറച്ച് വർഷം മുമ്പ്. ഇതേതാ പള്ളി, ഇതേടെ സ്ഥലം നോക്കട്ടെ. കൈതക്കാട് കാടങ്കോട് റോഡ്. ഞാൻ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. മഴ ഇടയ്ക്ക് ഭയങ്കര മഴ ഉണ്ടായിരുന്നേ ഹൈവേയിൽ. ഞാൻ ഹൈവേയിലോട്ടേ വരുന്നു, പയ്യന് വരുന്ന നേരെ ഹൈവേ. പക്ഷെ ഇടയ്ക്ക് വെയിൽ, ഇടയ്ക്ക് മഴ. അതുകൊണ്ട് ഞാൻ മഴക്കോട്ട് ഊരിയില്ല. കുറച്ച് ഇപ്പുറത്തുമ്പോഴത്തേക്ക് വീണ്ടും നല്ല മഴ, ഗംഭീര മഴ. പിന്നെ വീണ്ടും വെയിൽ. ഇപ്പം വെയിൽ വന്ന്. ഇപ്പോൾ കുറച്ചപ്പുറത്തുമ്പോൾ മഴ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ കോട്ട് വരുന്നില്ല. ഇത് ആളെ പറ്റിക്കുന്ന പരിപാടിയായി പോയി. കുറച്ചപ്പുറത്തുമ്പോഴത്തേക്ക് ഭയങ്കര വെയിലേ, റോഡിലൊന്നും മഴയില്ല. ഇവിടെ കണ്ട, റോഡിലൊന്നും മഴയില്ല. കണ്ട വെള്ളം, ഇത് സൈഡിൽ കുറച്ച് വെള്ളമുണ്ട്, ബാക്കി റോഡെല്ലാം വെയിലത്ത് ഉണങ്ങി. കണ്ട, നമ്മൾ വെയിലിൻ്റെ ചൂടിന് ഒരു പക്ഷേ ഉണങ്ങുന്നതായിരിക്കും. മഴ പെയ്തിട്ടുണ്ട്, ചെറുങ്ങനെ പൊടിഞ്ഞിട്ടുണ്ട്. ഇവിടെ സൈഡിൽ വെള്ളം. അപ്പോൾ റോഡ് കണ്ട ഫുള്ള് വെയിലത്ത് ഉണങ്ങിയിട്ട്. അപ്പോൾ മഴ പൊടിയുന്നുണ്ടാവും, വേഗം പോകുന്നത് വരുന്നത്, അങ്ങനത്തെ ഒരു മഴ. കാരണം റോഡിൻ്റെ സൈഡിൽ ഇവിടെ വെള്ളം കാണുമ്പോൾ ഇവിടെ മഴ പെയ്തൊരു ഫീലുണ്ട്. യെസ് യെസ് യെസ്. അപ്പോൾ അതാണ് സംഭവം. അതുകൊണ്ട് ഞാൻ കോട്ട് വരാണ്ട് ഇങ്ങനെ വരിക. കോട്ടിലെല്ലാം വെള്ളമുണ്ട്, പക്ഷെ വെയിലത്തെത്തുമ്പോൾ ഉണങ്ങുന്നു. എന്ത് വിധീത്, വല്ലാത്ത ചതീത്. അപ്പോൾ ഇപ്പോൾ സമയം 2:30 മണി കേട്ടോ. 2:30 കഴിഞ്ഞ് 2:45. ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. നമുക്ക് നേരെ സൈറ്റിൽ പോകാം കേട്ടോ. യെസ്, ഒരു മുക്കെത്തി. യെസ്, ഒരു മുക്കെത്തി. ഇവിടെ എവിടെയാണ് സൈറ്റ്? ഇവിടെ എവിടെയാണ് സൈറ്റ്? ഇവിടെ തന്നെ സൈറ്റ്. അങ്ങോട്ട് കറക്റ്റ് ടൈമിന് ഞാൻ ചേട്ടാ എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നിന്. കറക്റ്റ് ടൈമിൽ നിന്നല്ല, ഞാൻ കറക്റ്റ് എത്തിയ സമയത്ത് ലൊക്കേഷൻ നോക്കുമ്പോഴത്തേക്ക് വീട് തന്നെ. ഇവിടെയെല്ലാം കുറേ വീട് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വീട് വരുന്നുണ്ട്, അതെല്ലാം വീട് വരുന്നുണ്ട്. യെസ്. നോക്കട്ടെ എന്തായി നോക്കട്ടെ. വീഡിയോ എടുക്കാനാണ്, വീഡിയോ അവർ വർക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി. ഫ്രണ്ട്സ്, ഇതാ വീട്. അപ്പോൾ ഇവിടെയാണ് UPVC വർക്ക് നടക്കുന്നത്. ഇവിടെ ഇവിടെ ഓക്കെ, കയറട്ടെ. യെസ്, എന്താ UPVC ഫ്രെയിംസ് എന്താ ഷട്ടർ ഉണ്ടോ? ഷട്ടർ ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത് പണിയെടുക്കുക കേട്ടോ, പല പണിക്കാർ ഉണ്ട്. ഇത് കണ്ടോ, വലിയ ഫ്രെയിം, UPVC ഫ്രെയിമാണ്. ഇവിടെ 3 ഷട്ടർ വരും, 3 ഡോർ, ഇങ്ങനെ സ്ലൈഡിങ്. സംഭവം മനസ്സിലായില്ലേ? ഷട്ടർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? സ്ലൈഡിങ് 3 എണ്ണം, 3 ഷട്ടർ. യെസ്, ഇതാ. പിന്നെ ഇവിടെ ഇതാ 2 ഷട്ടർ കണ്ടോ. ഇത് ചെറിയ വിൻഡോ. ഓക്കെ, ഇതാണ് ഫ്രെയിംസ് കണ്ട. ഇവിടെ 3 ഷട്ടർ. അതിന് മുകളിലേക്ക് ഊപ്പർ മുകളിലേക്ക് പോവാം. മുകളിൽ പോയിട്ട് കാണിച്ചാലോ. മുകളിൽ പണിക്കാരുണ്ട്, മുകളിൽ നമ്മളെ പണിക്കാരുണ്ട്. പണിയെടുക്കുന്നുണ്ട്. ഒരു ഫ്രെയിം അവിടെ വലിയ ഗ്ലാസ് വരേണ്ടതാണ്, ഫുൾ ഗ്ലാസ്. അവിടെയും ഫുൾ ഗ്ലാസ് കണ്ടോ. ഇവിടെയും ഫുൾ ഗ്ലാസ് വരും, ഇവിടെയും ഫുൾ ഗ്ലാസ് വരും. ഇതാണ് അവിടെ. ഇവിടെ 3 ഷട്ടർ കണ്ടോ. ഇവിടെ ഇപ്പം പണി വരും. യെസ്, 3 ഷട്ടർ ആയത് കണ്ടോ. ഇവിടെ പണി ഇപ്പം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത്. ഫ്രെയിംസ് ഇതാ നമ്മുടെ UPVCൻ്റെ പണിക്കാർ. ഹായ്, പണിക്കുന്നുണ്ട്. ഇവിടെ ഫുൾ ഗ്ലാസ്സാണ്. ഇവിടെ ഫുൾ വലിയ ഗ്ലാസ്. ഓക്കെ, പോവാം. അപ്പോൾ ഈ 2 വലിയ ഗ്ലാസ് ക്രെയിം വെച്ചിട്ടാണ് മുകളിൽ കയറ്റുക. പുറത്തുനിന്ന്
വലിയ പ്ലെയിൻ ഗ്ലാസ്സാണ് വരിക. കണ്ട ഇവിടെയും അപ്പുറ സൈഡിലും ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പുറത്തുനിന്ന് തന്നെ ക്രെയിം വെച്ചിട്ടാണ് പൊന്തിക്കുക. ഓക്കെ, ഇങ്ങനെ 3 പീസെല്ലാം 3 ഷട്ടറാണെങ്കിൽ 3 ഷട്ടറിലാണെങ്കിൽ ഇവർക്ക് തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ക്രെയിം വെച്ചിട്ട് പുറത്തുനിന്ന് മുകളിലേക്ക് കയറ്റും. അതാ ഗ്ലാസ്, അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഗ്ലാസ്. ഓക്കെ, എന്താ മുകളിൽ കയറ്റേണ്ട ഗ്ലാസ് കണ്ട. അപ്പോൾ ഈ ഗ്ലാസ്സാണ് മുകളിൽ കയറ്റിയത്. എത്ര MM-ൻ്റെ ആണ് എന്താ ഈ 2 ഗ്ലാസ്, ഒന്ന് ഫ്രണ്ടിലും ഇത് ഫ്രണ്ടിൽ ഇത് ഈ സൈഡിൽ. എടാ ഈ ഗ്ലാസ് അല്ലേ മുകളിലേക്ക്? യെസ്, ഈ 2 ഗ്ലാസ് മുകളിലേക്ക് പോട്ടാന്നോ? അത് ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു. അവർ പണിയെടുക്കുന്നതാണ് ഷൂട്ട് ചെയ്തത്. അപ്പം വീഡിയോ നട്ടായിരുന്നു. ഓക്കെ, നേരെ പയ്യന്നൂരേക്ക്. ഞാനങ്ങനെ പെരുമ്പൊക്കെ എത്തിയാട്ടോ. പയ്യന്നൂര് നല്ല റോഡായതുകൊണ്ട് ഹൈവേയിലോട്ടെ നല്ല റോഡായതുകൊണ്ട് ചാടിച്ച് വന്നു എല്ലാ സുഖം വരെ. ഫ്രണ്ട്സ്, ഞാൻ ഇരുവരെത്തിയാട്ടാ. അപ്പം ഞാൻ സംഭവം കാണിച്ചതല്ല. ഞാൻ നേരത്തെ ഇതിലൂടെ പോകുമ്പോൾ ഇത് കണ്ടിനി. ഞാൻ രാവിലെ ആറ്റവും സംഭവിച്ചതായിരിക്കും. ഞാനിട്ട് നിർത്താണ്ട് പോയതല്ലേ, പോയി. അപ്പോൾ പിന്നീട് മാടുകൊണ്ട് എനിക്ക് ഒന്ന് അയച്ചായിരുന്നു, ഒരു ആക്സിഡൻ്റ് നടന്നത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാനിത് കണ്ടിനല്ല. ഞാൻ രാവിലെ ആയിട്ട് നടന്നായിരിക്കും സംഭവം. എപ്പോൾ നടന്നില്ല, ഇന്ന് രാവിലെ ആയിട്ട് നടന്നതാണ്. ഇതൊരു ലോറി അടിച്ച് കയറിയിട്ട് ഡ്രൈവറെ വലിച്ചെടുത്തെന്നാണ് പറഞ്ഞത്. മാടു എനിക്കൊരു ഇത് അയച്ചതിന് ഒരു ന്യൂസ്. അതിൽ ഡ്രൈവറെ വലിച്ചെടുത്തെന്നാണ് ഉള്ളത്. ഇത് റൂട്ടിങ് തന്നെ ഇറക്കത്തിൽ ഇങ്ങനെ പോയിട്ടില്ല. കാട്ടിൽ റോഡ് സൈഡിലെ കാട്ടിൽ കയറും. നമുക്ക് ഫ്രണ്ട് നോക്കണം. കൈമൊന്ന് പോയിട്ടുണ്ടാവും സംഭവം. എന്താ വേണ്ട, ഫ്രണ്ട് അടിച്ച് കറങ്ങിനല്ലേ. വണ്ടിയുടെ സൈഡാക്കിയിട്ട് നോക്കണം. ജസ്റ്റ് ഒന്ന് നോക്കാറ് ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഡ്രൈവറെ എന്തോ വലിച്ചെടുത്തെന്നാണ് പറഞ്ഞത്. അതിനുള്ള ആളുണ്ടല്ലോ. ഇത് ആക്സിഡൻ്റ് അറിഞ്ഞോ? ഇതിലുള്ള ആൾ കിടക്കുന്നുണ്ട്. ഇതിലുള്ള ആൾ കിടക്കുന്നുണ്ട് കേട്ടോ. അതിലുള്ള ആളുണ്ട്. 2 ആൾക്കാർ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് ഫ്രണ്ട് ഡ്രൈവറെ ഭാഗം അടിച്ചിന്. ഡ്രൈവറെ വലിച്ചെടുത്തുന്നാണ് ഞാൻ അറിഞ്ഞത്. മാടും അയച്ചെന്നതിൽ അങ്ങനെ ഉള്ളത്. എന്തോ ഒരു ന്യൂസ് എന്തോ അയച്ചെന്നേന്ന് തോന്നി ഫോണിൽ. ഇത് പെട്രോൾ പമ്പിന് എരുവരം പെട്രോൾ പമ്പിൻ്റെ തൊട്ട് താഴെ, കുറച്ച് താഴെ. അപ്പോൾ മാടും അയച്ചെന്ന് പറയാൻ ഞാൻ വിചാരിക്കുന്നത് ഇതന്നെയല്ലേ നേരത്തെ ഞാൻ കണ്ടത്. അതിനുള്ളിൽ 2 ആൾക്കാരുണ്ട്. അതിൻ്റെ ഉള്ളിൽ 2 ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതിലൊരാൾ ഫോണോട് കളിക്കുന്നുണ്ട്. ലോറി അത് കൈമൊന്നും ഇങ്ങനെ ഇറങ്ങിയിട്ട് പോയതാണ്. പക്ഷേ അതിനെ അടിക്കുന്ന ഒരു പിടുത്തില്ലല്ലോ. അതിനായിരിക്കും അടിച്ചിട്ടുണ്ടാവുക. ഇവിടെ അടിക്കേണ്ട സാധനമൊന്നും കാണുന്നില്ലല്ലോ. ഏതോ വണ്ടിക്കാകുമ്പോൾ അടിച്ചത്, ഏതോ വണ്ടിക്കായിരിക്കും അടിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അതിനെ അടിച്ചത് ഒരു പിടുത്തില്ലല്ലോ. ഇവിടെ അടിച്ച സാധനമൊന്നും വേറെ ഇല്ല. അതിനടിച്ചിനി അതിനടിച്ചേ ഗ്യാസ് വണ്ടിക്കാ, സിലിണ്ടർ വണ്ടിക്കാ. അതിനടിച്ചതാ അല്ലേ? എന്നിട്ട് അതുകൊണ്ട് പോയാ അതുകൊണ്ട് പോയല്ലേ? ഓ അതെ, അവിടെ നിന്ന് അടിച്ചേ. ഓക്കെ. ഗ്യാസിൻ്റെ വണ്ടിയില്ലേ, സിലിണ്ടർ വണ്ടി, അതിനടിച്ചത്. ഓ ഇത് കട്ട് ചെയ്തിട്ട് എടുത്തിന്. ഡ്രൈവറെ ഫയർഫോഴ്സ് അല്ലേ? ഫയർഫോഴ്സ് ഒന്ന് കട്ട് ചെയ്തെടുത്ത്. ഇതിനുള്ളിൽ നിന്ന് ഡ്രൈവറെ കട്ട് ചെയ്തെടുക്കിയതിന്. ഇതെല്ലാം കട്ട് ചെയ്തിട്ട് എടുത്തതാ ഫയർഫോഴ്സ്. അപ്പോൾ പിന്നെ നല്ല അടിയാ സിലിണ്ടർ വണ്ടിക്ക്. അത് കൊണ്ടുപോയല്ലോ. അതാണ് ഇവിടെ കാണാത്തത്. അതിനടിച്ചിട്ടാണ് ഈ വണ്ടി ഇങ്ങോട്ടേക്ക് കയറിയത്. യെസ്, കണ്ട ബേക്കിൽ കണ്ട വണ്ടി ഗ്യാസിൻ്റെ വണ്ടിക്ക് അടിച്ചിട്ട് ഇങ്ങോട്ട് കയറിയതാണ്. എന്നിട്ട് ഡ്രൈവർ ഫയർഫോഴ്സ് വന്നിട്ട് കട്ട് ചെയ്തെടുത്ത്. ഇതതിൻ്റെ ബാക്കിയായിരിക്കും അല്ലേ? ഇവിടെ ലൈനിൻ്റെ ഇതുണ്ടല്ലോടാ, കറണ്ടിൻ്റെ. അപ്പോൾ ഇതതിൻ്റെ ആയിരിക്കും, ലോറീൻ്റെ പാർട്സാണ്. അടിച്ച പാർട്സ് ആയിരിക്കും. ഒന്നെങ്കിലും ഇത് ഗ്യാസ് വണ്ടീൻ്റെത്, അല്ലെങ്കിൽ ഈ വണ്ടീൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ സാധനമായിരിക്കും. ഇത് നമ്മളെ ഇരുവരം പെട്രോൾ പമ്പിൻ്റെ താഴെ. ഈ പെട്രോൾ പമ്പിന് മുമ്പ് അപകടം ഉണ്ടായില്ല കേട്ടോ. കണ്ട ഒരു സ്കൂട്ടി കയറുന്നുണ്ടോ? അങ്ങനെ വരുന്നവർ കയറുമ്പോൾ ഒന്നാമത് ചെറിയൊരു കയറ്റ് ഇറക്കുമല്ലോ. ഇത് നമ്മളെ
എരിപുര റൗണ്ടേ ബോട്ടില്ലേ അവിടെ അധികം അപകടം ഉണ്ടാകും. അവിടെ നിന്ന് അടിച്ചിട്ട് മരിക്കുകയും ചെയ്തതിന് ആൾക്കാർ, ലോറി ഡ്രൈവർ മരിച്ചിനി. അപ്പോൾ അതുപോലെ എരിവരത്തിൻ്റെ കുറച്ച് ഇപ്പുറ സൈഡായത്. എരിവര അത് അപ്പുറം സൈഡ്, റൗണ്ടേ ബോട്ട് അപ്പുറം, ഇതിപ്പുറം. ഇത് ഇറക്കമാണ്, കണ്ടോ? ഇറക്കത്തിൽ തന്നെയാണ് പെട്രോൾ പമ്പ് ഉള്ളത്. അപ്പോൾ പെട്രോൾ പമ്പിലേക്ക് ആൾ കയറുമ്പോൾ, വണ്ടി കയറുമ്പോൾ എല്ലാം അങ്ങനെ ഈ അടുത്ത് കുറച്ച് അപകടം ഉണ്ടായിന് ഇവിടെ. എൻ്റെ അറിവിൽ തന്നെ ഇവിടെ അപകടമുണ്ട്. അതുപോലെ റൗണ്ടേ ബോട്ടിലും അപകടമുണ്ട്. ഇവിടെ ഈ അടുത്തൊക്കെ അപകടം ഉണ്ടായിന്. ഇവിടുന്ന് വണ്ടി പെട്രോൾ പമ്പിലേക്ക് കയറുമ്പോൾ എല്ലാം വന്നടിക്കുന്നത്. പെട്ടെന്ന് വളക്കൽ, പെട്ടെന്ന് പമ്പിലേക്ക് വളക്കുമ്പോൾ ബേക്കിൽ നിന്ന് വന്നടിക്കൽ, മുമ്പിൽ നിന്ന് വന്നടിക്കൽ, ഇതെല്ലാം തന്നെ. അപ്പോൾ അങ്ങനെ സംഭവിച്ചത്. അയാൾ ഇപ്പോൾ എന്നോട് സംസാരിച്ച ആൾ ആ ലോറിയിൽ അവരോട് സംസാരിക്കുന്ന അങ്ങാട് നിന്നിട്ട്. അപ്പോൾ പോവാന്നോ, ഇത് ഏതൊരു വണ്ടീൻ്റെ പാർട്സാണ്, അടിച്ച വണ്ടീൻ്റെ പാർട്സായിരിക്കും. കണ്ടോ, ഫ്രണ്ടാണ്, ഫ്രണ്ടിൽ ബമ്പറും അങ്ങനത്തെ സാധനങ്ങളാണ്. പോസ്റ്റ് ഇതിന് ആടെ ഇതാടെ അടിച്ച വഴി റോഡ് ഇതായിട്ടുണ്ടോ സൈഡിലോട്ട്? ഇവിടെ തൂണെല്ലാം ഇതാ, സിഗ്നലിൻ്റെ തൂണെല്ലാം പൊളിച്ചിട്ടിട്ട് കണ്ടോ? ഇതിങ്ങനെ അതിലോട്ട് ഇങ്ങനെ വന്നെയാ സംഭവം ഇവിടുന്ന് അടിച്ചത് കേട്ടോ. അങ്ങനെ ഇന്ന് മാടൂനെ കിട്ടിയിട്ടുണ്ട്. മാടു കാക്കാ, ഹായ് പറ കാക്ക. ഇന്നലെ മാടൂര് നോക്കിയപ്പോഴത്തേക്ക് മാടുമില്ല. മാട് മംഗലത്തിന് വരും, കൂത്തുപറമ്പിൽ വേഗം വന്നിട്ട് 10 വന്നിട്ട് വരുന്നില്ല. അപ്പോൾ അമ്മ ചാടിക്കാൻ വേണ്ടി പോയാ. രാവിലെ ഉണ്ടോ? ഇല്ല, ചാടിക്കാൻ വേണ്ടി പോയാണ്. ഗോയിങ് ടു ചായ, ഗോയിങ് ടു ചായക്കട. അപ്പോൾ മാട് ഇതാ കിട്ടാൻ പോലത്തെ ടീഷർട്ടെല്ലാം ഇട്ടിട്ടിങ്ങനെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പം മാട് ചായ കൊണ്ടിട്ടുണ്ട്. അത് സുഖീനെടുത്തു. സുഖിയാൻ ഇടക്കിടക്ക് നല്ല സുഖമാവും. സുഖിയ ഇടക്കിടക്ക് തീരെ സുഖം ഉണ്ടാവില്ല. അത് നല്ല ഇഷ്ടമാവും. നിങ്ങൾ നോക്കട്ടെ, മാട് ചായ ചായ എടുത്തിട്ടോ. ചക്കൻ ചായ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇടക്കിടക്ക് നല്ല ടേസ്റ്റ് ആട്ടോ. ഇന്ന് കുഴപ്പമൊന്നുമില്ല, മോശമൊന്നുമില്ല. ഇടയ്ക്ക് തീരെ രസം ഉണ്ടായില്ല. ചായ എന്തിനാ വേണോ? നിങ്ങൾക്ക് അടി വേണ്ടോ? എന്നിട്ട് വീണല്ലോ. സത്യം പറഞ്ഞാൽ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ. ഇന്ന് ഭക്ഷണം കഴിച്ചില്ല, ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. രാവിലത്തെ നാസ്തയിലുണ്ടത്രേ. അങ്ങനെ നേരെ പടന്നി പോയില്ലേ, അതെല്ലാം കൊണ്ടാണ്. ഇത് രസമുണ്ട് കേട്ടോ, മോശമില്ല. ഇടക്ക് കൊള്ളൂല, ഇടക്ക് അടിപൊളിയാണ്. മിന്നാന്നെല്ലാം കഴിച്ചാൽ നല്ല രസം. മിന്നാന്നൊരു ഇലയുടെ വന്നിനി എന്താ ടേസ്റ്റ് വേണം, അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസ് ചായ എടുത്തൂടാ. ചായ ഇടുന്നു.